So today we are going to discuss about the blood vascular system of frog. So in frog, the circulatory system is of closed type. What do you mean by closed type of circulatory system? For a closed type of circulatory system എന്ന് പറഞ്ഞാൽ അവിടെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് ത്രൂ ബ്ലഡ് വെസൽസ് ആയിരിക്കും. ക്ലോസ്ഡ് ബ്ലഡ് വെസൽസിലൂടെ ആയിരിക്കും ബ്ലഡ് ഫ്ലോ ചെയ്യുന്നുണ്ടാവുക. ആൻഡ് സിസ്റ്റം ട്രാൻസ്പോർട്ട്സ് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, digested food, hormones, metabolic waste, etc. Okay. The vascular system is composed of blood, arteries and veins. ഫ്രോഗിന്റെ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ നമുക്ക് ബ്ലഡ് ഉണ്ട്, ആർട്ടറീസ് ഉണ്ട്, അതുപോലെ തന്നെ വെയിൻസ് കാണാൻ സാധിക്കും. സോ ആർട്ടറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർട്ടറീസ് ക്യാരി ബ്ലഡ് ഫ്രം ഹാർട്ട് ടു ടിഷ്യൂസ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഹാർട്ട് എന്ന ടിഷ്യൂസിക്ക് ബ്ലഡ് കൊണ്ടുപോകുന്നവരാണ് ആർട്ടറീസ്. അതുപോലെ വെയിൻസ് എന്ന് പറഞ്ഞാൽ they return blood from tissues to heart. ഹാർട്ടിൽ നിന്ന് ഹാർട്ടിലേക്ക് ടിഷ്യൂസിൽ നിന്ന് ഉള്ള ഡിയോക്സിനേറ്റഡ് ബ്ലഡ് അല്ലെങ്കിൽ പ്യുവർ അല്ലാത്ത ബ്ലഡ്, ഇംപ്യൂർ ബ്ലഡിനെ ടിഷ്യൂസിൽ നിന്ന് ഹാർട്ടിലേക്ക് കൊണ്ടുവരുന്നത് വെയിൻസ് ആണ്. ഇൻ ദ ടിഷ്യൂസ് ആർട്ടറീസ് ഡിവൈഡ് ഇൻടു ആർട്ടീരിയോൾസ്. ആർട്ടറീസ് ആർട്ടീരിയോൾസ് ആയിട്ട് മാറുന്നുണ്ട്. ദിസ് ഇൻ ടേൺ ബ്രാഞ്ച് ആൻഡ് റീബ്രാഞ്ച് ഇൻടു നെറ്റ്വർക്ക് ഓഫ് കാപ്പിലറീസ് ആൻഡ് ടെർമിനലി കാപ്പിലറീസ് ജോയിൻ ടുഗദർ ആൻഡ് ഫോം വെന്യൂസ്. ദിസ് ഇൻ ടേൺ ജോയിൻ ടു ഫോം വെയിൻസ്. ഓക്കെ. സോ എന്താണ് ബ്ലഡ് നോക്കാം. ബ്ലഡ് ഓഫ് ഫ്രോഗ് എന്ന് പറഞ്ഞാൽ ഒരു റെഡ് കളർഡ് ഫ്ലൂയിഡ് ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പ്ലാസ്മ ആൻഡ് ബ്ലഡ് കോർപ്പസൽസ്. പ്ലാസ്മ കാണുന്നുണ്ട്, ബ്ലഡ് കോർപ്പസൽസ് കാണുന്നുണ്ട്. പ്ലാസ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന പോലെ തന്നെ ബ്ലഡിന്റെ ഫ്ലൂയിഡ് പാർട്ടാണ്. അവിടെ അതിൽ പ്ലാസ്മയിൽ വാട്ടർ കാണാം, ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് കോൺസ്റ്റൻസും കാണുന്നുണ്ട്. ഇറ്റ് ഇസ് എ ട്രാൻസ്പോർട്ടിംഗ് മീഡിയം വിത്തിൻ ദ ബോഡി. അതുപോലെ തന്നെ കോർപ്പസൽസ് ആർ ദ ബ്ലഡ് സെൽസ് സസ്പെൻഡഡ് ഇൻ ദ പ്ലാസ്മ. ബ്ലഡിൽ നമ്മൾ പ്ലാസ്മ കാണുന്നുണ്ട് പറഞ്ഞു, ബ്ലഡ് കോർപ്പസൽസ് കാണുന്നുണ്ട് പറഞ്ഞു. കോർപ്പസൽസ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് സെൽസ് ആണ്. there are 3 types കാണുന്നുണ്ട്. they are എറിത്രോസൈറ്റ്സ് കാണാം, ആൻഡ് ഓൾസോ വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ WBC കാണുന്നുണ്ട്, ഓൾസോ ആണ് ലൂക്കോസൈറ്റ്സ്. പിന്നെ അതുപോലെ തന്നെ ത്രോംബോസൈറ്റ്സ് അല്ലെങ്കിൽ സ്പിൻഡിൽ സെൽസ് കാണുന്നുണ്ട്. ഓക്കെ. എറിത്രോസൈറ്റ്സ് ആർ റെഡ് കളേർഡ് ആണ്, കാരണം അതിൽ ഹീമോഗ്ലോബിൻ അടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ ദേ ആർ ഇൻവോൾവ് ഇൻ ദ ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ലൂക്കോസൈറ്റ്സ് പറഞ്ഞാൽ കളർലെസ് ആയുള്ള അമീബോയ്ഡ് സെൽസ് ആണ് വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. ദേ ഫൈറ്റ് അഗെയിൻസ്റ്റ് ഇൻവേഡിങ് മൈക്രോ ഓർഗാനിസം. ഒരു മൈക്രോ ഓർഗാനിസം നമ്മുടെ ബോഡി കയറി കഴിഞ്ഞാൽ അവരാണ് ഫൈറ്റ് ചെയ്യുന്നത്. ത്രോംബോസൈറ്റ്സ് ആർ സ്പിൻഡിൽ ഷേപ്ഡ് സെൽസ് ആണ്. ദേ ഹെൽപ്പ് ഇൻ ബ്ലഡ് ക്ലോട്ടിംഗ് ഹെൽപ്പ് ചെയ്യുന്നത് ത്രോംബോസൈറ്റ്സ് ആണ്. ഓക്കെ. സോ നമുക്ക് ഹാർട്ട് നോക്കാം. ഹാർട്ട് ഇസ് ദ മസ്കുലർ പൾസേറ്റിംഗ് ഓർഗൻ കൺസേൺ വിത്ത് ദ കളക്ഷൻ, സ്റ്റോറേജ് ആൻഡ് പമ്പിംഗ് ഓഫ് ബ്ലഡ്. ബ്ലഡിനെ കളക്ട് ചെയ്യുന്നുണ്ട്, സ്റ്റോർ ചെയ്യുന്നുണ്ട്, പമ്പ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം കളക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്. ആർട്ടറീസ് ഹാർട്ട് ടു ടിഷ്യൂസ്, ബ്ലഡിനെ ഹാർട്ടിന് ടിഷ്യൂസിൽ കൊണ്ടുവന്ന ആർട്ടറീസ് ആണ്. പമ്പ് ചെയ്യുന്നുണ്ട് ബ്ലഡ് ഹാർട്ട്. അതുപോലെ തന്നെ വെയിൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ടിഷ്യൂസിന് ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അവര് കളക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് ബ്ലഡിനെ ഹാർട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലഡ് സ്റ്റോർ ചെയ്യുന്നുണ്ട് ഹാർട്ടില്. ഇത് ഇസ് എൻക്ലോസ്ഡ് വിത്തിൻ എ ഡബിൾ ലെയർഡ് മെംബ്രേനസ് ബാഗ് നോൺ ആസ് പെരികാർഡിയം. ഹാർട്ടിന്റെ കവറിംഗ് എന്ന് നമുക്ക് പറയുന്ന പേരാണ് പെരികാർഡിയം. പെരികാർഡിയത്തിന് 2 ലെയർ കാണാം. ദേ ആർ ഇന്നർ വിസറൽ ലെയർ ആൻഡ് ഔട്ടർ പെരൈറ്റൽ ലെയർ. ഓക്കെ. ഇതാണ് ഡോസൽ വ്യൂ ഓഫ് ഹാർട്ട്. ഫ്രോഗിന്റെ ഹാർട്ടിന്റെ ഡോസൽ വ്യൂ ആണിത്. ഇത് വെൻട്രൽ വ്യൂ ആണ്. പെരികാർഡിയം കവറിംഗ് ആയിട്ട് പെരികാർഡിയം കാണാം. പെരികാർഡിയത്തിന് 2 ലെയർ കാണുന്നുണ്ട്. 2 ലെയറിന് ഇന്നർ ലെയർ എന്ന് പറഞ്ഞാൽ വിസറൽ ലെയർ ആൻഡ് ഔട്ടർ ലെയർ ഇസ് പെരൈറ്റൽ ലെയർ. ഇൻ ബിറ്റ്വീൻ ദീസ് 2 പെരികാർഡിയൽ കാവിറ്റി കാണുന്നുണ്ട്. അതിനുള്ളിൽ പെരികാർഡിയൽ ഫ്ലൂയിഡ് കാണാം. ഈ ഫ്ലൂയിഡ് ആണ് അതിന്റെ ഹാർട്ടിനെ മെക്കാനിക്കൽ ഷോക്ക് ഷേക്ക് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ ഫ്ലൂയിഡ് ആണ്. ഓക്കെ. സോ ഫ്രോഗ്സ് ഹാർട്ട് ഹാസ് 4 മെയിൻ പാർട്സ്. മെയിൻലി 4 പാർട്സ് ആണുള്ളത്. ദേ ആർ സൈനസ് വിനോസസ്. നിങ്ങൾക്ക് കാണാൻ ഈ വലിയ പോർഷൻ, ഇത് ഇസ് സൈനസ് വിനോസസ്. ഈ യെല്ലോ കളറിൽ കാണുന്ന പോർഷൻ ആണ് സൈനസ് വിനോസസ്. ഇത് ഫോംസ് ദ ഡോസൽ പാർട്ട്. ആൻഡ് ട്രങ്കസ് ആർട്ടീരിയോസസ് which forms the ventral part. And back to on the portion, this is truncus arteriosus. This is a truncus arteriosus. This is the ventral portion. Right and left auricles അല്ലെങ്കിൽ atria കാണുന്നുണ്ട്. റൈറ്റ് ഓറിക്കിൾ കാണുന്നുണ്ട്, ലെഫ്റ്റ് ഓറിക്കിൾ കാണുന്നുണ്ട്. ഓറിക്കിൾ is also known as atria. Okay. അതുപോലെ തന്നെ സിംഗിൾ വെൻട്രിക്കിൾ, ഒരു സിംഗിൾ വെൻട്രിക്കിൾ ആണ്. This is the single ventricle കാണുന്നുണ്ട്. It's a lower part. Sinus venosus collects the blood brought from different parts. നമ്മൾ ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിന് കൊണ്ടുവരുന്ന ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡ് അല്ലെങ്കിൽ ഡീഓക്സിനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് കളക്ട് ചെയ്യുന്നത് സൈനസ് വിനോസസ് ആണ്. ഇറ്റ് ഓപ്പൺസ് ടു റൈറ്റ് ഓറിക്കിൾ. അത് ഓപ്പൺ ചെയ്യുന്നത് റൈറ്റ് ഓറിക്കിളിലേക്ക് ഓപ്പൺ ചെയ്യും. അല്ലെങ്കിൽ റൈറ്റ് ഓറിക്കിളിലേക്ക് ഇത് ഓപ്പൺ ചെയ്യുന്നുണ്ട് സൈനസ് വിനോസസ്. ആൻഡ് ട്രങ്കസ് ആർട്ടീരിയോസസ് അറൈസസ് ഫ്രം ദ വെൻട്രിക്കിൾ. ട്രങ്കസ് ആർട്ടീരിയോസസ് ദിസ് വൺ ഓപ്പൺ ചെയ്യുന്നത് വെൻട്രിക്കിളിൽ നിന്നാണ്. ആൻഡ് ഇറ്റ് ബ്രാഞ്ചസ് സപ്ലൈ ബ്ലഡ് ടു
വാരിയസ് പാർട്സ് ഓഫ് ബോഡി. ഈ സൈനസ് ട്രങ്കസ് ആർട്ടീരിയോസിന്റെ ഡിഫറെന്റ് ബ്രാഞ്ചസ് എന്ത് ചെയ്യുന്നുണ്ട്, ബോഡിയുടെ ഡിഫറെന്റ് പാർട്ടിക്ക് പ്യുവർ ബ്ലഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ഹാർട്ടിന്റെ ഇന്റേണൽ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് ഹാർട്ട്. ഹാർട്ട് ഓഫ് ഫ്രോഗ് ഈസ് എ ട്രൈലോക്കുലർ ഓർഗൻ ആണ്. ട്രൈലോക്കുലർ എന്ന് പറയുമ്പോൾ എന്തുണ്ട്, 2 ഓറിക്കിൾ ഉണ്ട്, ഒരു വെൻട്രിക്കിളും കാണുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ട്രൈലോക്കുലർ എന്ന് പറയാം. ഹാസ് 2 അപ്പർ ചേമ്പേഴ്സ് കാണുന്നുണ്ട്, 2 അപ്പർ ചേമ്പേഴ്സ് കാണാൻ, 2 ആട്രിയ ആൻഡ് വെൻട്രിക്കിൾ കാണുന്നുണ്ട്. ഓക്കെ, ആട്രിയ എന്ന് പറഞ്ഞാൽ തിൻ വാൾഡ് ആണ് ആൻഡ് വെൻട്രിക്കിൾ ഈസ് തിക് വാൾഡ്. ആട്രിയ എന്ന് പറയുന്നത് ഇവിടെ ആട്രിയ അല്ലെങ്കിൽ ഓറിക്കിൾ, റൈറ്റ് ഓറിക്കിൾ കാണുന്നുണ്ട്. ദിസ് റൈറ്റ് ഓറിക്കിൾ, ദിസ് ഇസ് ദ ലെഫ്റ്റ് ഓറിക്കിൾ. അപ്പോൾ ഓറിക്കിൾ എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ആട്രിയ എന്ന് പറയാൻ പറഞ്ഞാൽ തിൻ വാൾഡ് ആണ് ആൻഡ് വെൻട്രിക്കിൾ ഈസ് തിക് വാൾഡ്. വെൻട്രിക്കിൾ നിങ്ങൾക്ക് കാണാം, ദിസ് ദ വെൻട്രിക്കിൾ. വെൻട്രിക്കിൾ ഈസ് തിക് വാൾഡ് ആണ്, തിക് വാൾഡ് ആയിട്ടുള്ള വെൻട്രിക്കിൾ ആണ് കാണുന്നത്. അതുപോലെ തന്നെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആർട്ടറി ആർ സെപ്പറേറ്റഡ് ഫ്രം ഈച്ച് അതർ ബൈ ആൻ ഇന്റർ ആട്രിയൽ സെപ്റ്റം. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആർട്ടറി തന്നെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഇന്റർ ആട്രിയൽ സെപ്റ്റം അല്ലെങ്കിൽ ഇന്റർ ഓറിക്കുലർ സെപ്റ്റം കാണുന്നുണ്ട്. ദിസ് ദ ഇന്റർ ഓറിക്കുലർ സെപ്റ്റം. ദിസ് ഇസ് റൈറ്റ് ഓറിക്കിൾ, ദിസ് ഇസ് റൈറ്റ് ഓറിക്കിൾ, ദിസ് ഇസ് ലെഫ്റ്റ് ഓറിക്കിൾ. അതിന് രണ്ടിനും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഇന്റർ ഓറിക്കുലർ സെപ്റ്റം കാണുന്നുണ്ട്. ആൻഡ് ദേ ആർ സെപ്പറേറ്റഡ് ഫ്രം ദ വെൻട്രിക്കിൾ ബിലോ ബൈ ആൻ അട്രിയോ വെൻട്രിക്കുലർ സെപ്റ്റം അല്ലെങ്കിൽ അട്രിയോ വെൻട്രിക്കുലർ വാൾവ്. ഇവിടെ വാൾവ് അല്ലെങ്കിൽ അട്രിയോ വെൻട്രിക്കുലർ സെപ്റ്റം അല്ലെങ്കിൽ വാൾവ് വഴി ഈ 2 ഓറിക്കിളും വെൻട്രിക്കിളും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ദെൻ റൈറ്റ് അട്രിയം ഈസ് ലാർജർ ദാൻ ലെഫ്റ്റ് വൺ. നിങ്ങൾക്ക് കാണാം, ഈ റൈറ്റ് ഓറിക്കിൾ അല്ലെങ്കിൽ റൈറ്റ് അട്രിയം എന്ന് പറയുന്നത് ലെഫ്റ്റ് ഓറിക്കിളിനെക്കാട്ടും ലാർജർ ആണ്, ബിഗർ ഇൻ സൈസ് ആണ്. കാണുന്നത് റൈറ്റ് ഓറിക്കിൾ, ലെഫ്റ്റ് ഓറിക്കിൾ. അപ്പൊ ഈ റൈറ്റ് ഓറിക്കിളിനെക്കാട്ടും ബിഗർ ഇൻ സൈസ് ആണ് ലെഫ്റ്റ് ഓറിക്കിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സൈനസ് വിനോസസ് ഓപ്പൺസ് ടു ഇറ്റ് ബൈ ദ സൈനോ ആട്രിയൽ അപ്പർച്ചർ. സൈനസ് വിനോസസ് ഈ റൈറ്റ് ഓറിക്കിൾക്ക് ഓപ്പൺ ചെയ്യുന്നത് സൈനോ ആട്രിയൽ അപ്പർച്ചർ വഴിയാണ്. ഓക്കെ, സൈനസ് വിനോസസ് ഈ റൈറ്റ് ഓറിക്കിൾക്ക് ഓപ്പൺ ചെയ്യുന്നത് സൈനോ ആട്രിയൽ അപ്പർച്ചർ വഴിയാണ്. ദിസ് ഓപ്പണിംഗ് ഇസ് ഗാർഡ് ബൈ എ പെയർ ഓഫ് സൈനോ ആട്രിയൽ വാൾസ്. അതിന് ഗാർഡ് ചെയ്തുകൊണ്ട് സൈനോ ആട്രിയൽ വാൾസ് കാണുന്നുണ്ട്. ദീസ് വാൾസ് പ്രിവെന്റ് ദ ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ് ടു സൈനസ്. അപ്പൊ ബ്ലഡ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ബാക്കിലേക്ക് സൈനസിലേക്ക് തന്നെ ബ്ലഡ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ സൈനോ ആട്രിയൽ വാൾസ് ഫംഗ്ഷൻ ചെയ്യുന്നത്, ഗാർഡ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ടാണ് അവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. ഓപ്പണിംഗ് ടു ലെഫ്റ്റ് ഓറിക്കിൾ ഈസ് ദ കോമൺ പൾമണറി വെയിൻ. പിന്നെ ഉള്ളത് ലെഫ്റ്റ് ഓറിക്കിളാണ്. അവിടേക്ക് ഓപ്പൺ ചെയ്യുന്നതാണ് കോമൺ പൾമണറി വെയിൻ. കോമൺ ഓപ്പണിംഗ് ഓഫ് പൾമണറി വെയിൻസ്. നിങ്ങൾക്ക് കാണാം, കോമൺ പൾമണറി വെയിൻസിനുള്ള ഓപ്പണിംഗ് ആണ് ഇവിടെ കാണുന്നത്. ഇറ്റ്സ് ഓപ്പണിംഗ് ഇസ് നോൺ വാൽവുലർ. അവിടെ വാൾസ് ഒന്നും കാണുന്നില്ല. The right and left auricles open together to the ventricle by a common atrioventricular aperture. ഈ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഓറിക്കിൾസ് എന്ത് ചെയ്യുന്നത്, വെൻട്രിക്കിൾക്ക് ഓപ്പൺ ചെയ്യുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു അട്രിയോ വെൻട്രിക്കുലർ അപ്പർച്ചർ വഴിയാണ്. ആൻഡ് ഓൾസോ ഇറ്റ്സ് ഗാർഡഡ് ബൈ 2 അട്രിയോ വെൻട്രിക്കുലർ വാൾസ്. അതിന് എന്താണ് ഗാർഡ് ചെയ്തുകൊണ്ട് 2 അട്രിയോ വെൻട്രിക്കുലർ വാൾസ് അല്ലെങ്കിൽ ഓറിക്കുലോ വെൻട്രിക്കുലർ വാൾസ് കാണുന്നുണ്ട്. 2 അട്രിയോ വെൻട്രിക്കുലർ വാൾസ് അല്ലെങ്കിൽ ഓറിക്കുലോ വെൻട്രിക്കുലർ വാൾസ് കാണുന്നുണ്ട്. വിച്ച് പ്രിവെന്റ് ദ ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ് ഫ്രം വെൻട്രിക്കിൾ ടു ഓറിക്കിൾ. ആ വാൾസ് ആണ് ഇങ്ങോട്ട് വെൻട്രിക്കിളിൽ നിന്ന് തിരിച്ച് ഓറിക്കിളിലേക്ക് ബ്ലഡ് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത്. ഓക്കെ, ഇന്റേണലി വെൻട്രിക്കുലർ വാൾ ഹാസ് ന്യൂമറസ് മസ്കുലർ റിഡ്ജസ് നോൺ ആസ് ട്രബിക്കുലേ. ഇന്റേണലി ഇതിന്റെ ഉള്ളിൽ നിന്നും കാണാൻ ഒരുപാട് ന്യൂമറസ് ആയിട്ടുള്ള മസ്കുലർ റിഡ്ജസ് കാണുന്നുണ്ട്. അതിനാണ് നമ്മൾ ട്രബിക്കുലേ എന്ന് പറയുന്നത്. ട്രബിക്കുലേ, കൊളംനെ, കാർനെ ഓർ ട്രബിക്കുലേ, ഇതിനാണ് ഇങ്ങനെയുള്ള ഈ മസ്കുലർ റിഡ്ജസ് നമ്മൾ ട്രബിക്കുലേ എന്ന് പറയുന്നത്. ആൻഡ് സെവറൽ മസ്കുലർ പ്രൊജക്ഷൻ കോൾഡ് പാപ്പിലറി മസിൽസ്. കൂടാതെ മസ്കുലർ പ്രൊജക്ഷൻസ് ആയിട്ടുള്ള പാപ്പിലറി മസിൽസും കാണുന്നുണ്ട്. ആൻഡ് ഓറിക്കുലർ വെൻട്രിക്കുലർ വാൾസ് ആർ fastened to the papillary muscles by means of tough fibrous cords called chordae tendineae. Okay, chordae tendineae വഴിയാണ് ഈ ഓറിക്കുലർ വെൻട്രിക്കുലർ വാൾസ് ഈ പാപ്പിലറി മസിൽസിലേക്ക് പിടിച്ചു നിർത്തുന്നത്. അതിനെ പിടിച്ചു നിർത്തുന്നത് ഈ chordae tendineae വഴിയാണ്. These hold the walls in position and prevent them from flexing or folding during ventricular contraction. ഈ വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് അതിന് എന്താണ് ഫ്ലെക്സിങ് അല്ലെങ്കിൽ ഫോൾഡിംഗ് ഒന്നും ഇല്ലാതെ പിടിച്ചു നിർത്തുന്നത് ഈ chordae tendineae ആണ്. And the truncus arteriosus arises from the right side of ventricle. വെൻട്രിക്കിളിന്റെ റൈറ്റ് സൈഡിൽ നിന്ന്, വെൻട്രിക്കിളിന്റെ റൈറ്റ് സൈഡിൽ നിന്നാണ് എന്ത് ഓപ്പൺ ചെയ്യുന്നത്, ട്രങ്കസ് ആർട്ടീരിയോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ട്രങ്കസ് ആർട്ടീരിയോസസ് നിങ്ങൾക്ക് കാണാം, ട്രങ്കസ് ആർട്ടീരിയോസസ് ഓപ്പൺ ചെയ്യുന്നത് റൈറ്റ് സൈഡിൽ നിന്നാണ് ഓപ്പൺ ചെയ്യുന്നത്. റൈറ്റ് സൈഡിൽ നിന്ന് വെൻട്രിക്കിളിൽ നിന്നാണ് ഓപ്പൺ ചെയ്യുന്നത്. വെൻട്രിക്കിളിന് റൈറ്റ് സൈഡിൽ നിന്ന് ഓപ്പൺ ചെയ്യുന്നു.
ആൻഡ് അറ്റ് ഇറ്റ്സ് ഒറിജിൻ ദർ ആർ 3 സെമിലുനാർ വാൾസ് കാണുന്നുണ്ട്. അതിന്റെ ഒറിജിനിൽ നമുക്ക് 3 സെമി ലൂനാർ വാൾസ് ഉണ്ടോ. ഇവിടെ സെമി ലൂനാർ വാൾസ് കാണുന്നുണ്ട്. ട്രങ്കസ് ആർട്ടീരിയോസസ് ആണ് ഇത്. അതിന്റെ ഓപ്പണിംഗിൽ വെൻട്രിക്കിൾ നിന്ന് ഓപ്പൺ ചെയ്ത് ഇവിടെയാണ്. അപ്പൊ ഇവിടെ 3 സെമി ലൂനാർ വാൾസ് കാണുന്നുണ്ട്. Internally, truncus has 2 unequal divisions, namely large basal portion called conus arteriosus or hylangium and a small terminal portion called bulbous arteriosus or synangium. There are similar walls എന്ന് പറഞ്ഞു. പിന്നെ ട്രങ്കസ് ആർട്ടീരിയോസസിന് 2 unequal divisions ആണുള്ളത്. 2 unequal divisions കാണുന്നുണ്ട്. They are bulbous arteriosus കാണുന്നുണ്ട്, conus arteriosus കാണുന്നുണ്ട്. Okay, these two are separated from each other by 3 സെമിലുനാർ വാൾസ്. അതിന് സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് 3 സെമിലുനാർ വാൾസ് കാണുന്നുണ്ട്. കോണസ് ഇൻ ടേൺ ഹാസ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ്സ്. അത് കൂടാതെ ആ കോണസിന് എഗെയിൻ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ്സ് ഉണ്ട്. റൈറ്റ് ഹാഫ് ഈസ് കോൾഡ് അയോട്ടിക് ചേംബർ ആൻഡ് ലെഫ്റ്റ് വൺ ഈസ് കോൾഡ് പൾമോക്യൂട്ടേനസ് ചേംബർ. അതിന്റെ റൈറ്റ് ഹാഫിന് പറയുന്ന പേരാണ് അയോട്ടിക് ചേംബർ ആൻഡ് ലെഫ്റ്റ് വൺ ഈസ് കോൾഡ് പൾമോക്യൂട്ടേനസ് ചേംബർ. ദീസ് ആർ സെപ്പറേറ്റഡ് ഫ്രം ഈച്ച് അതർ ബൈ എ ലോഞ്ചിറ്റ്യൂണൽ വാൾ. അതിന് എഗെയിൻ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ലോഞ്ചിറ്റ്യൂണൽ വാൾവ് കാണുന്നുണ്ട്. ഓക്കെ, മനസ്സിലായി വിചാരിക്കുന്നു. ഫ്രോഗിന്റെ ഹാർട്ട് എന്ന് പറയുന്നത് ട്രൈലോക്കുലർ അല്ലെങ്കിൽ 3 ചേമ്പേർഡ് ഓർഗൻ ആണ്. അതുപോലെ തന്നെ 2 അപ്പർ ചേമ്പേഴ്സ്, റൈറ്റ് ഓറിക്കിൾ ഉണ്ട്, ലെഫ്റ്റ് ഓറിക്കിൾ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ലോവർ ചേമ്പർ ആയ വെൻട്രിക്കിൾ കാണുന്നുണ്ട്. അട്രിയ പറഞ്ഞ തിൻ വോൾഡ് ആണ്. വെൻട്രിക്കിൾ എന്ന് പറഞ്ഞാൽ തിക് വോൾഡ് ആണ്. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് അട്രിയ സെപ്പറേറ്റഡ് ഫ്രം ഈച്ച് അതർ ബൈ ഇന്റർ അട്രിയൽ സെപ്റ്റം. പിന്നെ they are separated from ventricle below by an atrioventricular septum. പിന്നെ നമ്മൾ പറഞ്ഞത് അതിന്റെ ഡോസൽ പോർഷൻ പറയുന്ന പേരാണ് സൈനസ് വിനോസസ് എന്ന് പറയുന്നത്. സൈനസ് വിനോസസ് എന്ന് പറഞ്ഞു. വെൻട്രൽ പോർഷൻ ആണ് ട്രങ്കസ് ആർട്ടീരിയോസസ് എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ബ്ലഡ് അതിലേക്ക് വരുന്നതും എങ്ങനെയാണ് പോകുന്നതെന്നാണ് പറഞ്ഞത്. ഓക്കെ, സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ദ സർക്കുലേറ്ററി സിസ്റ്റം ഓഫ് ഫ്രോഗ്.